ഇനി ബാലൻഡിയോറിന്റെ കഥ. ഈ ബാലൻഡിയോറിന്റെ സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സിക്ക് എല്ലാം ആരൊക്കെയോ കൊണ്ടുവന്ന് കൊടുത്തതും ഈ റൊണാൾഡോയ്ക്ക് എല്ലാം കഷ്ടപ്പെട്ട് നേടിയെടുത്തതുമാണെന്നുള്ളതാണ്, ഡിസേർവിംഗ് ആണെന്നുള്ളതാണ് പലരും പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. ആൻഡ് നമ്മുടെ കണ്ടൻസും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്നുള്ളതാണ്. എൻ്റെ അറിവിൽ ബാലൻഡിയോറിനെ വളരെ സിമ്പിളാക്കി ഞാൻ പറയുകയാണ്. അതായത് ഇനി അതിൻ്റെ ലോജിക് കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ ലഘുവായിട്ട് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാലൻഡിയോറിൻ്റെ ഫ്രഞ്ച് മാഗസിൻ ഒഫീഷ്യലായിട്ട് അവർ കുറച്ച് ക്രൈറ്റീരിയസും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരും. ഈ ലിസ്റ്റിൽ നിന്നും ഈ പറയുന്നത് പോലെ കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്ത് അവരുടെ പേഴ്സ്പെക്റ്റീവുകൾ, അതായത് അവർ വോട്ട് ചെയ്ത് ആ വോട്ടിംഗ് പെർസെൻറ്റേജിലും കൂടെ കൂടുതൽ ആരാണോ വരുന്നത് അവനാണ് ബാലൻഡിയോർ വിൻ ചെയ്യണത്. ഇത് അറിയാത്തത് കൊണ്ടാണോ, മനസ്സിലാവാത്തത് കൊണ്ടാണോ, അതോ ഇന്നലെയാണോ നിങ്ങൾ ബാലൻഡിയോറിനെ കുറിച്ച് കേട്ടതെന്നുള്ളത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഞാൻ വോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, ആ വോട്ട് ചെയ്യുന്ന എനിക്ക് വേൾഡ് കപ്പാണ് വലുതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ഒരാൾക്കാർക്കും വോട്ട് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം നീയാണ് കാണുന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, നിനക്ക് ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ആയിരിക്കും വലുത്, അങ്ങനെ വോട്ട് ചെയ്യുന്നുണ്ടാവും. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെസ്സി ആയാലും റൊണാൾഡോ ആയാലും മോഡ്രിച്ച് ആയാലും റോഡ്രി ആയാലും ആര് തന്നെ ഈ ബാലൻഡിയോറിൻ്റെ ഈ കണ്ട കാലം അത്രയും ആണെങ്കിലും ഈ ഒരു ചില വ്യത്യാസങ്ങൾ പലതിലും വന്നിട്ടുണ്ട്, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഏകദേശം ഇതേ പാറ്റേണിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസേർവിംഗ് അല്ല എന്ന് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് വോട്ട് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഫേവറേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് കിട്ടാതിരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം മറ്റൊരാളുടെ കണ്ണിൽ നിങ്ങളുടെ ആ ഫേവറേറ്റ് പ്ലെയറിന് ഉണ്ടാവുമായിരിക്കാം. ഇതറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടാണോ എന്തിനാണെന്നറിയില്ല. മേ ബി ഞങ്ങളെ ബെസ്റ്റ്, നിങ്ങളില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഈ 8 ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയാനാണോ, എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോഴും ബാലൻഡിയോർ ഈ പറയുന്നത് പോലെയാണ് ഒരാൾക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാവാത്ത കുറേ എണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.